നെക്സ്റ്റ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. ആ ടേം വേർഡ് തന്നെ നോക്ക് നിങ്ങൾ, ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത്, അതായത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ജസ്റ്റ് ഡെഫിനിഷൻ നോക്കുക. ലെറ്റ് സെറ്റ് നോട്ട് ആൻഡ് സെറ്റ് വൺ ബി പോയിൻറ്റ്സ് ഇൻ എ ഡൊമൈൻ ഡി. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറഞ്ഞ ഒരു ഡൊമൈന്, ഡി എന്ന് പറഞ്ഞ ഒരു ഡൊമൈൻ, സെറ്റ് നോട്ടും സെറ്റ് വണ്ണും ഇതിലെ പോയിൻറ്റ്സ് ആണ്. A contour integral over C f of z dz is said to be independent of path if its value is the same for all contours C in D with an initial point z0 and a terminal point z1. അതായത് ഒരു ഡൊമൈനിലുള്ള രണ്ട് പോയിൻ്റാണ് സെറ്റ് നോട്ടും സെറ്റ് വണ്ണും. ഇനി ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ്, ഈ ഒരു ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഏത് കോണ്ടൂർ സി എടുത്താലും, ഈ ഡിയിലുള്ള ഏതൊരു കോണ്ടൂർ എടുത്താലും, ഇങ്ങനെ ഒരു കോണ്ടൂർ എടുക്കാം, എനിക്ക് ഇങ്ങനെ ഒരു കോണ്ടൂർ എടുക്കാം, C2, ഇത് സി ആണ്, C1 ആണ്, C2 ആണ്. ഈ ഡീൻ്റെ ഉള്ളിൽ ഏത് കോണ്ടൂർ ഇനീഷ്യൽ പോയിൻ്റ് സെറ്റ് നോട്ടും ഫൈനൽ പോയിൻ്റ് സെറ്റ് വണ്ണുമായിട്ട് എടുത്തു കഴിഞ്ഞാലും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സെയിം ആണ് എങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് സെറ്റ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എടുത്താലും, ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എടുത്താലും, ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എടുത്താലും, ഇനി വേറൊരു കോണ്ടൂർ എടുത്തിട്ട് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും വാല്യൂ സെയിം ആയിരിക്കും. എന്താ പ്രത്യേകത? ഈ കോണ്ടൂഴ്സിൻ്റെ ഒക്കെ ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റ് സെയിം ആയിരിക്കണം. അതായത് ഇത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു തിയറം നോക്കുക. ഇഫ് എഫ് ഈസ് ആൻ അനലറ്റിക് ഫംഗ്ഷൻ ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി. സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഹോൾസ് ഇല്ലാത്ത ഡൊമൈനാണ്. ആ ഒരു ഡൊമൈനിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് അനലറ്റിക് ആണ് എങ്കിൽ ഡീൻ്റെ അകത്തുള്ളൊരു കോണ്ടൂറാണ് സി. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി പാത്ത് സി. അതായത് അനലറ്റിസിറ്റി ഇംപ്ലൈസ് പാത്ത് ഇൻഡിപെൻഡൻസ്. ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ എഫ് അനലറ്റിക് ആണ് എങ്കിൽ ഡീൻ്റെ അകത്തുള്ള ഒരു കോണ്ടൂറാണ് സി എങ്കിൽ അതിൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഡി സെറ്റ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അനലറ്റിക് ആണെങ്കിൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് തിയറം പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ പാത്ത് ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. പ്രത്യേകതയുണ്ട്, എവിടെയാണ് അനലറ്റിക് ആവുന്നത്? സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ, ഹോളില്ലാത്ത ഡൊമൈനിൽ എഫ് ഓഫ് സെറ്റ് അനലറ്റിക് ആണെങ്കിൽ അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കുക. ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിൻ്റെ ഓപ്പോസിറ്റ്. ഡെറിവേറ്റീവിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ് എന്താ നമ്മൾ ചെയ്യുക? ഇൻറ്റഗ്രേഷൻ. ഫോർ ആൻറ്റി ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി ഇൻറ്റഗ്രേഷൻ. ഡെഫിനിഷൻ നോക്കുക. സപ്പോസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ ഡൊമൈൻ. ഒരു ഡൊമൈൻ ഡിയിൽ എഫ് കണ്ടിന്യൂസ് ആണ്. ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ക്യാപിറ്റൽ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ഫോർ ഈച്ച് സെറ്റ് ഇൻ ഡി, ദെൻ എഫ് ഈസ് കോൾഡ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എഫ് മൈനസ് കോസ് സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് അവിടെ നിൽക്കട്ടെ, കോസ് സെറ്റിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ സെറ്റ്, ദാറ്റ് ഈസ് സൈൻ സെറ്റ്. ദാറ്റ് ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സൈൻ സെറ്റ്, സിൻസ് എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സെറ്റ്. അതായത് നമുക്ക് എഴുതാം സ്മോൾ ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് സെറ്റ് പ്ലസ് സി, അല്ലേ? ദാറ്റ് ഈസ് എഫ് ഓഫ് സെറ്റ് ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ഓഫ് സെറ്റ്. അതായത് ഇൻ്റഗ്രേഷൻ തന്നെയാണെന്ന് ഓർമ്മിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ ആൻറ്റി ഡെറിവേറ്റീവ് പറഞ്ഞത്, അത് വെച്ചൊരു തിയറം പറയാനുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങൾ ആൻറ്റി ഡെറിവേറ്റീവ് പരിചയപ്പെടുത്തിയത്. തിയറം പറയുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസ്. നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഫോർ കാൽക്കുലസ് പഠിക്കുന്നുണ്ട്. ഇത് കോണ്ടൂർ ഇൻ്റഗ്രൽസിലുള്ള ഫണ്ടമെൻ്റൽ തിയറാണ്. തിയറം എന്താണെന്ന് നോക്കുക. ലെറ്റ് എഫ് ബി
കണ്ടിന്യൂസ് ഇൻ എ ഡൊമൈൻ ഡി എന്ന് പറയുന്ന ഡൊമൈനിൽ എഫ് കണ്ടിന്യൂസ് ആണ്, സ്മോൾ എഫ്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ആ ഡൊമൈനിലുള്ള. അങ്ങനെയാണെങ്കിൽ ഫോർ എനി കോണ്ടൂർ സി ഇൻ ഡി, ഡിയിലുള്ള ഏതൊരു കോണ്ടൂർ എടുത്താലും അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റ് സെറ്റ് നോട്ടും ടെർമിനൽ പോയിൻറ്റ് സെറ്റ് വണ്ണും ആണ്. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് സെറ്റ് വൺ മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട്. അതായത് സ്മോൾ എഫ് ഡിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. സി എന്ന് പറയുന്നത് ഏതോ ഒരു കോണ്ടൂറാണ്, അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റ് സെറ്റ് നോട്ടും ഫൈനൽ പോയിൻറ്റ് സെറ്റ് വണ്ണും ആണെങ്കിൽ ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് സെറ്റ് വൺ മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ടാണ്. പ്രൂഫ് ഒന്ന് നോക്കുക. സി എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് കർവ് ആണ്. അതിൻ്റെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ സെറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ടി വാരി ചെയ്യുന്നത് എ ടു ബി ആണ്. ഇനി നമുക്കറിയാം എഫ് ആൻറ്റി ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സെറ്റ് ആണ്. ഫോർ ഓൾ സെറ്റ് ഇൻ സി ഓൺ സി ദെൻ എഫ് ഓഫ് സെറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് സ്മോൾ എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെറ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് സെറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെറ്റ് ഓഫ് ടി. ദെൻ ഇതിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ വാല്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് സെറ്റ് ഓഫ് ടി ഇൻറ്റു സെറ്റ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ് എ ടു ബി. ഇതിന് പകരം എഫ് ഡാഷ് ഓഫ് സെറ്റ് ഓഫ് ടി കൊടുക്കാം, സെറ്റ് ഡാഷ് ഓഫ് ടി അതേപോലെ തന്നെ എഴുതി. ദെൻ എ ടു ബി ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്താൽ എങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് സെറ്റ് ഓഫ് ടി ഡി ടി എന്ന് എഴുതിക്കൂടെ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എഫ് ഡാഷ് ഓഫ് സെറ്റ് ഓഫ് ടി ഇൻറ്റു സെറ്റ് ഡാഷ് ഓഫ് ടി ചെയിൻ റൂൾ വെച്ചിട്ട് അല്ലേ. ചെയിൻ റൂളല്ല, എന്താ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ റൂള്. എഫ് ഓഫ് സെറ്റ് ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് അതിനുള്ളിലുള്ള ഫംഗ്ഷൻ സെറ്റ് ഓഫ് ടി ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്തു. ദെൻ ഇൻ്റഗ്രലിനുള്ളിൽ ഡെറിവേറ്റീവ് ഉണ്ട്, പിന്നെ പുറത്തേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ മാത്രമല്ലേ ഉണ്ടാവും. എഫ് ഓഫ് സെറ്റ് ഓഫ് ടി എ ടു ബി, അപ്പർ ലിമിറ്റ് എഫ് ഓഫ് സെറ്റ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് സെറ്റ് ഓഫ് എ. സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഫൈനൽ പോയിൻറ്റ് ഇനീഷ്യൽ പോയിൻ്റ് ആണ്. എഫ് ഓഫ് സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാലോ ഇത് ഇനീഷ്യൽ പോയിൻ്റ്, ഇത് ഫൈനൽ പോയിൻ്റ്, ദാറ്റ് ഇസ് എഫ് ഓഫ് സെറ്റ് വൺ മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയുന്നൊരു കാര്യം എന്താ, ഈ സെറ്റ് നോട്ട് ഇനീഷ്യൽ പോയിൻറ്റും സെറ്റ് വണ്ണ് ഫൈനൽ പോയിൻ്റ് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ പിന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർ അല്ലേ ഉണ്ടാവുക അല്ലേ. ക്ലോസ്ഡ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എന്താണ്, 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഇഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഹാസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഇൻ ഡി ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. അനലറ്റിക് ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ തിയറം കൂടെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ എഫ് കണ്ടിന്യൂസും ആണ്, അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ആ ഡൊമൈനിൽ ഉണ്ട് എങ്കിലും ഈ ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ എന്താണ്, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കുക. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ആണ്, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഡി സെറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഇൻ എ ഡൊമൈൻ ഡി ദെൻ എഫ് ഹാസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് എവരിവെയർ ഇൻ ഡി. അതായത് എഫ് കണ്ടിന്യൂസ് ആണ്, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് പാത്ത് ഇൻഡിപെൻഡൻറ്റും ആണെങ്കിൽ, ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ, അതായത് എഫ് കണ്ടിന്യൂസും ആണ് അതേപോലെ ആ ഇൻ്റഗ്രൽ എന്താ പാത്ത് ഇൻഡിപെൻഡൻറ്റും ആണെങ്കിൽ ആ ഡൊമൈൻ്റെ അകത്ത് എഫിന് ഒരു ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, പോയിൻറ്റ്സ് ഓർമ്മിച്ച് വെക്കണേ. ഇതുവരെ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടൊരു തിയറം പറയാൻ പറ്റും. ഇഫ് എഫ് ഈസ് അനലറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി, എഫ് എന്താണ്, ഒരു ഹോൾസ് ഇല്ലാത്തൊരു ഡൊമൈനിൽ അനലറ്റിക് ആണ്, ദെൻ എഫ് ഹാസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ഇൻ ഡി. അങ്ങനെയാണെങ്കിൽ എഫിന് എന്തുണ്ടാവും, ഡിയിൽ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഒരു ക്യാപിറ്റൽ എഫ് എക്സിസ്റ്റ് ചെയ്യും, ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെറ്റ് എഫ് ഓഫ് സെറ്റ് ആയിരിക്കും ഫോർ ഓൾ സെറ്റ് ഇൻ ഡി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഇൻ്റഗ്രൽസ് വെർസീസ് എനി കോണ്ടൂർ ഫ്രം സെറ്റ് ഈക്വൽ ടു 0 ടു സെറ്റ് ഈക്വൽ ടു 1+i. സി എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിൻറ്റ് ഫൈനൽ പോയിൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ. പാത്ത് ഏതോ ആയിരിക്കോട്ടെ, നമുക്ക് 2 പോയിൻ്റ് ഉണ്ട്. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനാണ്. നമുക്കറിയാം പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഉപയോഗിച്ചാൽ മതി. നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഇൻ്റഗ്രൽസ് വെർസീസ് എനി കോണ്ടൂർ ഫ്രം സെറ്റ് ഈക്വൽ ടു 0 ടു സെറ്റ് ഈക്വൽ ടു 1+i. അതായത് ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും ഉണ്ട്, കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം ഫണ്ടമെൻ്റൽ തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാതെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് സെറ്റ് സ്ക്വയറിൻ്റെ
എന്താ ഇൻറ്റഗ്രൽ, അതായത് ആൻറ്റി ഡെറിവേറ്റീവ് കാണുക z³ 3 ആണ് അല്ലേ, z³3. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത്. ദെൻ ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് എഴുതാം ഇൻറ്റഗ്രൽ ഓവർ സി z² dz = 0 to 1 + i f of z dz. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് 1 + i മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് 0. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് z³ 3 ആണ്. അപ്പം 1 + i ആണെങ്കിൽ 1 + i^3, 0 ആണെങ്കിൽ 0³ 3. ഇത് 0 ആയി പോവും. ഇത് എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? a + b^3 a³ + 3a² b + 3ab² + b³ ഇല്ലേ, അത് വെച്ചിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഈ ആൻസറിലേക്ക് എത്തും. നെക്സ്റ്റ് നോക്കുക, എഫ് ഓഫ് z = അതായത് e⁻z ആണ്. e⁻z ആൻറ്റി ഡെറിവേറ്റീവ് ഇൻറ്റഗ്രൽ നോക്കുക, എന്താ e⁻z/π. ഇതാണ് ക്യാപിറ്റൽ എഫ് അല്ലേ. ഇനി വാല്യൂ ആണ് ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് ഇൻറ്റഗ്രൽ ഓവർ സി e⁻z = 0 to 1 + i f of z dz. ദാറ്റ് ഈസ് എഫ് ഓഫ് 1 + i മൈനസ് എഫ് ഓഫ് 0. ദാറ്റ് ഈസ് e⁻π × 1 + i/π മൈനസ് e⁻0/π. ഓക്കെ, ഇതെന്തായി പോവും? 1/π. ഇത് കാണാൻ വേണ്ടി e⁻i⁻θ എന്ന് പറഞ്ഞാൽ cos θ + i sin θ ആണ്. e⁻i⁻ എന്ന് പറഞ്ഞാൽ cos π + i sin π -1 അല്ലേ. cos π -1 ഇത് 0 ആയിപ്പോയി. ദാറ്റ് ഈസ് -1/π × e⁻π + 1 വരും. ഒന്ന് കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ.